ഓരോ വ്യക്തിയും വന്നിട്ട് എനിക്ക് എൻ്റെ നേത്രങ്ങൾ ദാനം ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന സമ്മതിപത്രം 10,000-കണക്കിന് കിട്ടിക്കിടക്കുന്നു. പക്ഷേ ഒന്നും സാക്ഷാത്കരിക്കപ്പെടുന്നില്ല. അതിന് കാരണം ദേഹവിയോഗശേഷമുള്ള 4 സുവർണ മണിക്കൂറുകൾ. ഈ 4 സുവർണ മണിക്കൂറുകൾക്കുള്ളിൽ ആ നേത്രപടലം നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അതിന് ആരോഗ്യകരമായി മറ്റൊരു രോഗിയിൽ വെച്ച് പിടിപ്പിച്ച ആൾക്ക് നമുക്ക് കാഴ്ച കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഈ 4 മണിക്കൂറുകൾ ഒരാളുടെ ദേഹവിയോഗ ശേഷം ബന്ധുമിത്രാദികൾ സങ്കടത്തിലും വിഷമത്തിലുമായിരിക്കും സന്തോഷം അത് ഓർത്തെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെയാണ് ഏറ്റവും നല്ല ഒരു കൂട്ടുകാരന് ഒരു മിത്രത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷം സാധിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ആ ഒരു തൊട്ടടുത്ത നേത്ര ബാങ്കിന് ഞങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഞങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കുന്നതാണ്. പുനലൂർ ഭാരത് ഐ കെയർ ആൻഡ് സർജറി സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ദേശീയ അന്ധതാ നിവാരണ യജ്ഞത്തിൻ്റെ ഭാഗമായി 2 ആഴ്ച നീളുന്ന നേത്രദാന പക്ഷാചരണം സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ എം.എ. രാജഗോപാൽ നേത്രദാന പക്ഷാചരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മരണാനന്തരം 4 മണിക്കൂറിനുള്ളിൽ നമ്മളുടെ കണ്ണുകൾ മറ്റൊരാൾക്ക് പ്രയോജനപ്പെട്ടാൽ നമ്മൾ മരിച്ചതിന് ശേഷവും നമ്മളുടെ കണ്ണുകളിലൂടെ അയാൾ ലോകം കാണുന്നു എന്നുള്ള വലിയ ഒരു കാര്യമുണ്ട്. ഇത് ആളുകളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, അതിൻ്റെ ടൈം ഡ്യൂറേഷൻ പഠിപ്പിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ അടുത്ത ബന്ധുക്കളും ഒക്കെ സജ്ജരാവേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള അതിവിപുലമായ ഒരു ബോധവൽക്കരണ പരിപാടി നമ്മുടെ രാജ്യത്തുടനീളം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ മഹത്തായ യത്നത്തിൽ പുനലൂരിലെ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ ഭാരത് കണ്ണാശുപത്രി അവരിപ്പോൾ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് നേരത്തെ ഉണ്ട്, ഇപ്പോൾ പുതിയ സ്ഥാപനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ എടുത്ത ഇനിഷ്യേറ്റീവിന് ഞാൻ വളരെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ സ്റ്റുഡൻസിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഈ ബോധവൽക്കരണ യാത്രയുടെ ഉദ്ഘാടന കർമ്മം നടത്തിയതായി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഒരാൾ മരിച്ച ശേഷവും അയാളുടെ ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടാകുന്ന ശേഷവും മറ്റൊരാളുടെ ശരീരത്തിലൂടെ മറ്റൊരാളുടെ കണ്ണുകൾ ആയി ഈ ഭൂമുഖത്ത് ജീവിക്കുക ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ പോലും ഒരു സമയത്ത് പോലും കാഴ്ച ലഭിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് ആ കണ്ണ് ലഭിക്കുമ്പോൾ ഈ ലോകത്തെ കണ്ടറിയുവാനും ആ മരണപ്പെട്ട വ്യക്തിയിലൂടെ ഈ ലോകത്തെ കണ്ടറിയുവാനും ഈ ലോകത്തിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും അയാൾക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ജീവിതത്തിലെ എല്ലാ സൗന്ദര്യങ്ങളും ആസ്വദിക്കുവാനും ഉള്ള ഒരു അവസരം നൽകുക, അല്ലെങ്കിൽ അവസരം കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പം നേത്രദാനം എന്ന് പറയുന്ന ഈ മഹത്തരമായ കർമ്മത്തിന് ഈ നേതൃത്വം നൽകുന്നതിനായി ഭാരത് കണ്ണാശുപത്രി സംഘടിപ്പിച്ചിട്ടുള്ള ഈ യജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാകുവാനും ഈ ഒരു പ്രോഗ്രാം വളരെ വിജയകരമായി തീരട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. മഹാദുരിതം ഇല്ലായ്മ ചെയ്യുവാനായി കണ്ണുകൾ ദാനം ചെയ്യൂ എന്ന് മനസ്സിൽ നന്മ സൂക്ഷിക്കുന്ന പുനലൂരിലെ പൊതുജനങ്ങളോട് ഉറക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് പുനലൂരിന്റെ പ്രഭാകിരണമായ പുനലൂരിന്റെ പ്രത്യാശയുടെ പൊൻവെളിച്ചമായ ഭാരത് കണ്ണാശുപത്രി ഭാരത് ഐ കെയർ ആൻഡ് സർജറി സെന്ററിന്റെയും അനുബന്ധ സ്ഥാപനമായ ഭാരത് വെൽസ്പ്രിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് ആൻഡ് മാനേജ്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കണ്ണില്ലാത്തവന് കണ്ണു കൊടുക്കുകയെന്ന മഹാപുണ്യത്തിന്റെ മഹത്വം ഉച്ചസ്ഥലം ഘോഷിച്ചുകൊണ്ട് നേത്രദാന ബോധവൽക്കരണ യാത്ര ഈ വാഹനത്തിൽ തൊട്ടുപിന്നിലായി ഇതാ കടന്നു വരും. ഭാരത് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ സൈഫുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ആഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് നേത്രദാന പക്ഷാചരണം സംഘടിപ്പിക്കുന്നത്. ഭാരത് കണ്ണാശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധരുടെയും ഭാരത് വെൽസ്പ്രിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് ആൻഡ് മാനേജ്മെൻറ്റിലെ അധ്യാപക വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ നേത്രദാന ബോധവൽക്കരണ റാലിയും നടത്തി. ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ നേത്രദാനം മഹാദാനമെന്ന സന്ദേശവുമായി ലഘുലേഖകൾ വിതരണം ചെയ്തു. നേത്രരോഗ വിദഗ്ധരായ ചന്ദ്രപ്രഭ, ഹരീഷ്, ബിൻസി, മുഹ്സീന, ഭാരത് വെൽസ്പ്രിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ സലിൽ അഹമ്മദ്,
പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ഷാനവാസ് എന്നിവർ സംസാരിച്ചു. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെയുള്ള 2 ആഴ്ചക്കാലം ഇന്ത്യയിൽ ദേശീയ നേത്രദാന ദിനമായാണ് ആചരിക്കുന്നത്. അന്ധത നിയന്ത്രിക്കുകയും നേത്രദാനത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും മരണശേഷം കണ്ണുകൾ ദാനം ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാൻ ഈ ദിനം രാജ്യവ്യാപകമായി ആചരിക്കുന്നു. നേത്രദാനം എന്നാൽ കോർണിയകൾ ദാനം ചെയ്യുക എന്നതാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ മരണശേഷം കാഴ്ച വൈകല്യമുള്ള മറ്റൊരാളെ സഹായിക്കാൻ നേത്രദാനം ഉപകാരപ്പെടും. രോഗങ്ങൾ, പരിക്കുകൾ അല്ലെങ്കിൽ ജന്മന ഉള്ള